അപ്പോൾ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ രാത്രി യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ ഏകദേശം ഊട്ടിയിൽ 1 മണിയോടുകൂടി എത്തിയിട്ട് കാലത്ത് അപ്പർ ഭവാനി കിണ്ണക്കോരെ കാണാൻ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ വരുന്ന വഴിയിൽ അത്യാവശ്യം ബ്ലോക്കൊക്കെ കിട്ടി. കാരണം ക്രിസ്മസ് ആയിരുന്നല്ലോ, അത് കാരണം അത്യാവശ്യം കുതിരാനിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോൾ പ്ലാസയിൽ ഏകദേശം ഒരു ബൈക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായിരുന്നു. ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ ബ്ലോക്കിൽ വിട്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ നീലഗിരി ഹിൽസിൽ ഫുള്ള് ഫോഗായിരുന്നു. വണ്ടി ഒട്ടും ഓടിക്കാൻ പറ്റാത്ത അത്രയും ഫോഗായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്, വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വിട്ടേക്കാം. അത്ര നല്ലൊരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അത്രയും നല്ല ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ തണുപ്പ് രക്ഷ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഊട്ടിയിലെത്തിയ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം റൂം എടുക്കാമായിരുന്നു. അതുപോലെ തന്നെ ഊട്ടിയിലെത്തിയ ഉടനെ പോയി റൂം എടുത്ത് റൂം സെറ്റായി. അങ്ങനെ ഞങ്ങൾ രാവിലെ അത് ഏകദേശം 4 മണിയായി ഇവിടെ എത്തിയപ്പോൾ. 4 മണിക്ക് എത്തിയതിന് ശേഷം നമ്മൾ പിന്നെ കാലത്ത് ഉറക്കം മര്യാദക്ക് വേണമല്ലോ. അപ്പോൾ അത് കാരണം ഏകദേശം 10 മണിക്കാണ് പിന്നെ എണീറ്റത്. 10 മണിക്ക് എണീറ്റ് നേരെ ഞങ്ങൾ കിണ്ണക്കോരെ പോയി. കിണ്ണക്കോര പോകുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു കൂട്ട് കിട്ടി. ഒരു ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു 14 ദിവസമായി അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 പേരെയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അപ്പർ ഭവാനി പോയി, അതുപോലെ തന്നെ കിണ്ണക്കോരെ പോയി. ഇപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഭയങ്കരമായിട്ട് ഫോഗായിരുന്നു. കോടമഞ്ഞെന്ന് വെച്ചാൽ കോടമഞ്ഞ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ കോടമഞ്ഞുണ്ടെങ്കിൽ തണുപ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതുപോലെ തന്നെ അപ്പർ ഭവാനി പോയപ്പോൾ നമുക്കവിടെ എൻട്രൻസിൻ്റെ ഗേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ DFOയുടെ പെർമിഷൻ വേണം. നമ്മൾ DFOയുടെ പെർമിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് എവിടുന്ന് കിട്ടുമെന്നും അറിയുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത്, ഇപ്പോഴാണ് അറിഞ്ഞത് ഊട്ടിയിൽ നിന്നാണ് അത് കിട്ടുന്നത്. ഊട്ടിയിൽ DFOയുടെ ഓഫീസിൽ പോയിട്ട് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പെർമിഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടും. അതുപോലെ തന്നെ ബൈക്കിന് പെർമിഷൻ കിട്ടത്തില്ല, 4 വീലിന് മാത്രമേ പെർമിഷൻ കിട്ടുള്ളൂ. കാരണം അങ്ങോട്ട് മൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്, അതുകൊണ്ടാണ് ബൈക്കിന് പെർമിഷൻ കിട്ടാത്തെന്ന് പറയുന്നത്, അവർ കൊടുക്കാത്തെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കിണ്ണക്കോര പോയപ്പോഴും ഇതേ സീനായിരുന്നു. അതായത് ഫോഗ് കാരണം അതായത് കോടമഞ്ഞ് വീണ് അവിടെ റോഡെല്ലാം നനഞ്ഞ് കിടക്കുക. അങ്ങനെ നനഞ്ഞ് കിടന്നിട്ട് അവിടെ മണ്ണ് കുതിർന്നിരിക്കുമ്പോൾ കൊണ്ട് ഈ സ്ഥലം കിടക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞിട്ട്, എൻ്റെ ഇൻസ്റ്റയിലിട്ട വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ഥലം കിടക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന, അതുകൊണ്ട് സ്ലിപ്പായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് കയറ്റുന്നില്ല. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിരുന്നു, അപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി കാണാനൊന്നും പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അതുപോലെ തന്നെ മുതുമല ടൈഗർ റിസർവ്, പിന്നെ മുത്തങ്ങ, ഇതൊക്കെയാണ് നമുക്ക് നാളെ കാണാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു മാസം കൂടി റൂട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ മുതുമല വന്ന് ടച്ച് ചെയ്യുന്ന റൂട്ടാണ്. അപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണം ആ റോഡ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, കുറച്ച് വളർന്ന് റോഡിലൂടെയാണ് വന്ന് കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ യാത്രയിലുണ്ടായ ഏറ്റവും നല്ല 2 അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ലൊരു ബന്ധങ്ങൾ കിട്ടിയെന്ന്. യാത്രകളെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്, നല്ല കുറേ കൂട്ടുകെട്ടുകൾ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ കാട്ടുപോത്തുകളുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ച് വരാൻ പറ്റിയെന്നുള്ളത്. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ബെൻഡ് തിരിഞ്ഞതും ആ ബെൻഡിൽ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത്. പിന്നെ ഈ ഊട്ടിയിലെ കാട്ടുപോത്തുകൾ പല ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, വലിയ ശല്യമില്ല അതുപോലെ കൊണ്ട്. അപ്പോൾ നമുക്ക് പോയൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നുകൂടി പോയി കാണണമെങ്കിലൊക്കെ കാണാം, അങ്ങനെയൊക്കെ പറ്റും. അതായത് വലിയ ശല്യമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലെ മൃഗങ്ങളെ പോലെയൊക്കെ ആക്രമിക്കാനുള്ളൊരു പ്രവണതയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി വീഡിയോ ഒക്കെ എടുത്ത് ആ വീഡിയോയുടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. നാളത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മുതുമല, ബന്ദിപ്പൂര്, മുത്തങ്ങ, പറ്റുമെങ്കിൽ എത്തുന്നുണ്ടെങ്കിൽ നാഗർഹോളൂടി നമ്മൾ കവർ ചെയ്യും. അത് എന്താണെന്നുള്ളത് നാളെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഭാവിയിലോട്ട് ശരിയാക്കി വരാം. ഓക്കെ. സൗണ്ടിൻ്റെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോണിലാണ് ചെയ്യുന്നത്. ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തത് കാരണം നടന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു ഇതിലോട്ട് വരുമ്പോഴേക്ക്, നമ്മൾ അടുത്തൊരു ട്രിപ്പ് ആകുമ്പോഴേക്ക്, അടുത്തൊരു റൈഡ് ആകുമ്പോഴേക്ക് നമ്മൾ തീർച്ചയായും ക്യാമറയും കുറച്ചുകൂടി നല്ല സൗണ്ട് ക്ലാരിറ്റിയും ഒക്കെ കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്.
ഞങ്ങൾക്ക് ആ ഫോഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് പോണ്.